ഗൈസ്, ഇന്ന് നമ്മുടെ ക്രിസ്മസ് ക്രിബ് അറേഞ്ച്മെൻറ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ രണ്ട് സൈഡിലായിട്ട് രണ്ട് സാന്റാക്ലോസിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ട്രീൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ സാന്റാക്ലോസിനെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലത്തെ ചെറിയ റെഡ് ബോൾസ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ക്രിബിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുത്ത ആ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതിലാണ് നമ്മളിത് ഹാങ് ചെയ്തിടുന്നത്. ആൻഡ് ഇനി നമ്മളുണ്ടാക്കിയ രണ്ട് സ്റ്റാർ ഉണ്ടല്ലോ, അതിങ്ങനെ രണ്ട് ട്രീൻ്റെ മുകളിലായിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലെ ഓരോ ട്രീൻ്റെ മുകളിലായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പുൽക്കൂട്ടിലെ രൂപങ്ങൾ വെച്ച് തുടങ്ങാം. ആൻഡ് അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പുൽക്കൂട്ടിൽ പുല്ല് യൂസ് ചെയ്യുന്നില്ല. ഫുള്ളൊരു വൈറ്റും ഗോൾഡനും ഒക്കെ കളറിൽ പിടിക്കൊണ്ടാണ് ഞാനിവിടെ പുല്ല് യൂസ് ചെയ്യാത്തത്. അപ്പോൾ പുല്ലും വൈക്കോലും ഒന്നും ഇല്ലാത്ത പുൽക്കൂടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിവിടെ ഏഞ്ചലിനെ വെച്ചതിന് ശേഷം പശുക്കളെയും ആട്ടിൻകുട്ടികളെയും ആട്ടിടയന്മാരെയും എല്ലാം വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പുറത്തായിട്ട് 3 യാനികളെയും അവരുടെ വാഹനമായിട്ടുള്ള ഒട്ടകത്തെ കൂടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പിന്നെ പുൽക്കൂട്ടിൽ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ പശുക്കളെയും ആട്ടിൻകുട്ടികളെയും എല്ലാം വെക്കുന്നത്. കാരണം അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ഉണ്ണിയേശുവിനെ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ണിയേശുവിൻ്റെ അച്ഛനെയും അമ്മേനെയും ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഉണ്ണിയേശുവിനെ ഇപ്പോഴല്ല വെക്കുക എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇപ്പോൾ ഒന്ന് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ വെച്ച ഈ ഒരു മാനുണ്ടല്ലോ, എനിക്ക് ഈ ഒരു സെറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാനിനെയാണ്. പിന്നെ ഈ ഒരു മാനും ഈ ഒരു ഉണ്ണിയേശും ഈ സെറ്റിലുള്ളതല്ല, അത് വേറെ സെറ്റിലത്തെയാണ്. ഇനി ഞാൻ ഈ ഒരു വലിയ മേരി ക്രിസ്മസ് കൂടി നമ്മുടെ ക്രിബിൻ്റെ ഫ്രണ്ടിലായിട്ട് ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ റാപ്പ് ചെയ്ത ഗിഫ്റ്റ് ബോക്സസ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഓൾമോസ്റ്റ് പാർട്ട് 1 വീഡിയോയിൽ എല്ലാ സാധനങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഈ ഗിഫ്റ്റ് ബോക്സസ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും വെച്ച് കൊടുക്കാണ്ടിരുന്നത്. ഈ ബോക്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തിട്ട് അവസാനം ഞാൻ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതാ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ കുറച്ച് പെബിൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലത്തെ 2 ചെറിയ ആർട്ടിഫിഷ്യൽ ചെടി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാവും ബെറ്റർ. അങ്ങനെ അതും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രിബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങനെ കാണുന്നേക്കാട്ടിലും ഇത് ഭംഗി രാത്രി കാണാനാണ്. പിന്നെ നമ്മുടെ ക്രിബിൻ്റെ പുറത്തായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ വീടും കുളവും പാലവും ആ ഒരു സൈഡിലൊക്കെ ആയിട്ട്, പിന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ഗിഫ്റ്റ് ബോക്സസ് ഒക്കെ ഇല്ലേ, അവിടെയൊക്കെ ആയിട്ട് ഞാൻ ഫുള്ളായിട്ട് ഒരു വാം ലൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റാണ് വെച്ച് കൊടുത്തത്. നമ്മുടെ ക്രിബിന് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ലൈറ്റ് ഉണ്ടല്ലോ, അതേപോലെ നമ്മുടെ 4 ട്രീക്കും 4 സെപ്പറേറ്റ് ലൈറ്റ് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 2 കാൻഡിൽ ഒരു സൈഡിലായിട്ട് അങ്ങനെ മൊത്തം 4 കാൻഡിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ രാത്രിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇതിൻ്റെ രാത്രിയിലെ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാത്രി നമ്മൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഇത് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു കാണാൻ. ഇതിലെ ഓരോ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ നിങ്ങൾക്ക് ഈ ക്രിബ് അറേഞ്ച് ചെയ്തത് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും ഇവിടെ കഴിയുകയാണ്. എൻ്റെ ക്രിസ്മസ് ക്രിബ് എന്തായാലും ഇങ്ങനെയാണ്.